സത്യമാം പ്രകാശമേകി മാർഗദീപമായി ഭാരതത്തിൽ വന്നുദിച്ച താരമേ നമോ. ക്രിസ്തുവിൻ സുഭാഷിതങ്ങളേകി ഞങ്ങളെ ധീരമായി നയിച്ച പുണ്യതാതന്മാർ തോമാ. നന്ദിയേകിടാം സാദരം ഞങ്ങൾ ഒന്നു ചേർന്നു ഞങ്ങൾ ഇന്നു നന്ദിയേകിടാം നന്ദിയേകിടാം. നീ തെളിച്ച ദീപവും വഹിച്ചു ഞങ്ങളും നീ ചരിച്ച സത്യമാർഗം പിന്തുടർന്നിടാൻ. നീ ചൊരിഞ്ഞ പൊന്നൊളി പകർന്നു നൽകുവാൻ നൽവരങ്ങൾ ഈശനോടർത്ഥിച്ചിടണേ. വന്ധ്യതാതരാം പ്രേഷിതൻ പിതാ കൂപ്പുകൈകളോടെ ഞങ്ങൾ ഇന്നടഞ്ഞിടാം. പ്രതിജ്ഞ. ദൈവം എൻ്റെ പിതാവാണ്. എൻ്റെ യഥാർത്ഥ ഭവനം സ്വർഗമാകുന്നു. ദൈവപുത്രനായ മിശിഹ എൻ്റെ രക്ഷകനും നാഥനുമാണ്. പരിശുദ്ധാത്മാവ് എന്നെ നിരന്തരം നയിക്കുന്നു. എനിക്കുള്ളതെല്ലാം ദൈവം തന്നിട്ടുള്ളതാകുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാനെന്നും ദൈവനന്മകൾ പാടി സ്തുതിക്കും. എല്ലാ മനുഷ്യരും എൻ്റെ സഹോദരങ്ങളാണ്. എൻ്റെ മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും സഭാധികാരികളെയും ഞാൻ സ്നേഹിച്ചാദരിക്കുന്നു. തിരുസഭയിൽ അംഗമായിരിക്കുന്നതിൽ ഞാൻ അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. സഭയ്ക്കും നാടിനും ഞാൻ എൻ്റെ സേവനം അർപ്പിക്കുന്നു. സഭയുടെ ക്ഷേമത്തിനായി ഞാനെന്നും നിലകൊള്ളും. സംഭൂജ സദസ്സിന് സാദരം കൂപ്പുകൈ. വിശുദ്ധിയുടെ ചരിത്രം പേർന്ന് ഭരണങ്ങാനത്ത് 1947 ഒക്ടോബർ 3-ാം തീയതി 7 അംഗങ്ങൾ മാത്രമുള്ള ഒരു ചെറു പ്രസ്ഥാനമായി ആരംഭിച്ച ചെറുപുഷ്പ മിഷൻ ലീഗ് ഇന്ന് വളർന്നു പന്തലിച്ച് ഒരു വൻ വൃക്ഷമായി മാറിയിരിക്കുന്നു. അടിയുറച്ച വിശ്വാസമാത്മതയുടെ കൈമുതലാക്കി പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടന ക്രൈസ്തവ വിശ്വാസത്തിന്റെ പ്രബല കിരണങ്ങൾ ചൊരിഞ്ഞ് ലോകത്തെ പ്രഭാപൂരിതമാക്കിക്കൊണ്ട് പ്രതിസന്ധികളെയും പ്രതിബദ്ധതകളെയും ധീരതയോടെ മറികടന്ന് മുന്നേറുന്നു. ഇളം തലമുറകൾക്ക് പ്രേക്ഷിത ചൈതന്യം പകർന്നു കൊടുത്ത് ദൈവവിളിയുടെ ഉദാത്ത മേഖലയിലേക്ക് വെളിച്ചം വീശിക്കൊണ്ട് ആയിരങ്ങൾക്ക് അഭയവും പ്രത്യാശയും പകർന്നു കൊടുത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ പ്രേക്ഷിത സംഘടനയായി ചെറുപുഷ്പ മിഷൻ ലീഗ് നിലകൊള്ളുന്നു. ലക്ഷക്കണക്കിന് ബാലിക ബാലന്മാർക്ക് പ്രേക്ഷിത ചൈതന്യം പകർന്ന് സുവിശേഷ സാക്ഷ്യത്തിന് സജ്ജരാക്കിയതിലും സജ്ജരാക്കുന്നതിലും മിഷൻ ലീഗ് വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. സഭയിലെ വിധേയവിളിയുടെ ആരംഭമായി മിഷൻ ലീഗിനെ വിശേഷിപ്പിക്കാം. പാലാ രൂപതയിലും സീറോ മലബാർ സഭയിലും ആഗോള സഭകളിലും ആയിരക്കണക്കിന് വൈദികരെയും 10,000-കണക്കിന് സമർപ്പിതരെയും അനേകം പ്രേക്ഷിതരെയും പ്രദാനം ചെയ്തുകൊണ്ട് നമ്മുടെ രൂപതകളെ ദൈവവിളിയുടെ തറവാടും വിളനിലമാക്കി തീർക്കുന്നതിൽ ഗണ്യമായ സംഭാവന ചെറുപുഷ്പ മിഷൻ ലീഗ് നൽകിയിട്ടുണ്ട്. നന്മ ചെയ്തുകൊണ്ട് നന്മയിൽ വളരാൻ ഇന്നത്തെ പുതുതലമുറയെ സഹായിക്കുന്നതിൽ ഈ സംഘടന വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സ്വന്തം കാര്യലാഭത്തിനു വേണ്ടി സമൂഹത്തിന്റെ പ്രീതിക്കും പ്രശസ്തിക്കും വേണ്ടി പ്രവർത്തിക്കാതെ മൂല്യങ്ങൾ ഉറച്ചു നിന്നുള്ള ഒരു പ്രവർത്തന ശൈലിക്ക് രൂപം കൊടുക്കുവാൻ നമുക്ക് കഴിയണം. ധാർമ്മികതയുടെ ബലവത്തെ അടിത്തറയിൽ വേണം ജീവിത സൗധം പടുത്തുയർത്തുവാൻ. അധാർമികതയുടെ കരാളഹസ്തങ്ങളിലേക്ക് അനുനിമിഷം പിടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പുതുതലമുറയെ രക്ഷിക്കാൻ മിഷൻ ലീഗ് അംഗങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുള്ള പ്രവർത്തനങ്ങൾ സഹായകമാകുന്നു. വളർച്ചയുടെ പാതയിലുള്ള മിഷൻ ലീഗിന്റെ മുന്നേറ്റത്തെ കുറിച്ചുള്ള എന്റെ ചിന്തകളിലൂടെ സമാഹരിക്കുമ്പോൾ ഈശോയുടെ മാതൃക അനുസരിച്ച് ഈശോയുടെ നൽകിയ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈശോ ഏൽപ്പിച്ച പ്രേക്ഷിത തത്വത്തിൽ പങ്കുചേർന്ന് സ്നേഹം, ത്യാഗം, സേവന സഹനം എന്ന ആപ്തവാക്യം മുഖമുദ്രയാക്കിക്കൊണ്ട് മിഷൻ ലീഗിന്റെ പ്രവർത്തനങ്ങൾ പുരോഗതിയുടെ കൽപ്പടവുകൾ ചവിട്ടിക്കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് മിഷൻ ലീഗ്. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെണിക്കെന്തിനു നാദാ. അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ
അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. പുലരിൽ ഭൂപാളും പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുലരിൽ ഭൂപാളും പാടിയുണർത്തുന്ന കിളികളോടൊന്നു ചേർന്നാർത്തു പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. പുഴയുടെ സംഗീതം ചിറകേറ്റിയെത്തുന്ന കുളിർക്കാറ്റിലലിഞ്ഞു ഞാൻ പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. അകലെ ആകാശത്ത് വിരിയുന്ന താരതൻ മിഴികളിൽ നോക്കി ഞാൻ ഉയർന്നു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. വാനമേഘങ്ങളിൽ ഒടുവിൽ നീ എത്തുമ്പോൾ മാലാഖമാരുത്തു പാടാം. തിരുനാമകീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്കെന്തിനു നാഥ, അപദാനമെപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അധരങ്ങളെന്തിനു നാഥ, ഈ ജീവിതമെന്തിനു നാഥ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു ചെറിയ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കാം. കർത്താവായ ഈശോയെ, ദിവ്യരഹസ്യങ്ങൾ ആഘോഷിക്കുന്ന പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞങ്ങൾ പഠിക്കുകയാണല്ലോ. ഈ ദിവസം വചന ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വായന പരിശുദ്ധ സുവിശേഷം. ആ സുവിശേഷത്തിന് ഒരുക്കമായിട്ടുള്ള പ്രദക്ഷിണത്തെക്കുറിച്ച്, സുവിശേഷം എടുത്തുകൊണ്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ച്, ഡീക്കൻ്റെ അറിയിപ്പിനെക്കുറിച്ച് എല്ലാം വളരെ പ്രായോഗികമായും ദൈവശാസ്ത്രപരമായും വിചിന്തനം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളുടെ മേലയച്ച് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഈശോ, എന്നെ ശ്രവിക്കുന്ന എല്ലാവരെയും നിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കണമേ. അയുഗദാസനായ എൻ്റെ അധരങ്ങളിലൂടെ അങ്ങ് സംസാരിക്കണമേ. ഈശോയെ കൃപയായിരിക്കണമേ. ഈശോയെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഹല്ലേലൂയ ഗീതത്തെക്കുറിച്ച്, സുമാര ഗീതത്തെക്കുറിച്ച് ചിന്തിച്ച് നിർത്തുകയായിരുന്നു.
ഈ ഗീതം തീരുന്ന മുറയ്ക്ക് ഇനി നടക്കുന്ന കർമ്മം നടക്കേണ്ടത് സുവിശേഷ പ്രദക്ഷിണമാണ്. സുവിശേഷ പ്രദക്ഷിണം. കാർമ്മികൻ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വച്ചിരിക്കുന്ന സുവിശേഷ ഗ്രന്ഥമെടുത്ത് നെറ്റി വരെ ഉയർത്തിപ്പിടിക്കുന്നു. ധൂപകലശം, റാസയിലാണെങ്കിൽ സ്ലീവ, തിരിക്കാലുകൾ ഇവയെല്ലാം മുന്നേ നീങ്ങുന്നു. സുവിശേഷം എന്തുകൊണ്ടാണ് കാർമ്മികൻ നെറ്റി വരെ ഉയർത്തിപ്പിടിക്കുന്നത്? ഒരിക്കലൊരു സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളോട് സുവിശേഷ പ്രദക്ഷിണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എന്തുകൊണ്ടാണ് കാർമ്മികൻ സുവിശേഷ ഗ്രന്ഥമെടുത്ത് തൻ്റെ മുഖം മറച്ച് നെറ്റി വരെ ഉയർത്തിപ്പിടിക്കുന്നത്? ഒരു കുഞ്ഞു കൊച്ച് ഈ ചോദ്യം ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഉത്തരം പറഞ്ഞു. ചാടി എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛന് നാണമായിട്ടാ. കുഞ്ഞിൻ്റെ നിഷ്കളങ്കത. വാസ്തവത്തിൽ എന്തിനാണ് വൈദികൻ, കാർമ്മികൻ നെറ്റി വരെ സുവിശേഷം ഉയർത്തിപ്പിടിക്കുന്നത്? ഈശോയുടെ പ്രതിരൂപമായ ഈ സുവിശേഷം, ഈശോയെ തന്നെ പ്രതിനിധാനം ചെയ്യുന്ന ഈ സുവിശേഷം വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ ഒരനുഭവം ഉളവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. എന്താണ് അനുഭവം? ഇവിടെ മദ്ബഹായിൽ ബലിപീഠത്തിൽ നിന്ന് ഈശോ തങ്ങളുടെ അടുക്കലേക്ക് വചനം പ്രഘോഷിക്കുവാൻ വരികയാണ്. ഈശോയുടെ പ്രതിരൂപം വിശ്വാസിയുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നെറ്റി വരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാർമ്മികൻ ഈ പ്രദക്ഷിണത്തിൽ കടന്നു വരുന്നത്. ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വരുന്ന കാർമ്മികൻ ചൊല്ലുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ സുവിശേഷ വായനയോട് ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോൾ മുൻപ് പറഞ്ഞു, സുവിശേഷം എടുക്കാൻ പോകുമ്പോൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇങ്ങനെ 3 പ്രാർത്ഥനകൾ ചൊല്ലുന്നുണ്ടെന്ന്. അത് 2 പ്രാർത്ഥനകളെക്കുറിച്ച് ഇതിനോടകം പറഞ്ഞു. ഇനി എടുത്തുകൊണ്ട് വരുമ്പോൾ ചൊല്ലുന്ന ആ പ്രാർത്ഥന നമുക്കൊന്ന് ശ്രവിക്കാം. കർത്താവായ മിശിഹായേ, നിൻ്റെ നിയമത്തിൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. അങ്ങനെ ഞങ്ങളെപ്പോഴും നിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരും കൽപ്പനകൾ അനുസരിക്കുന്നവരുമാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. ഇതാണ് ആ പ്രാർത്ഥന. വാസ്തവത്തിൽ ഈ പ്രാർത്ഥനയിൽ ഉൾച്ചേർത്തിരിക്കുന്ന ചിന്തകൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ഒന്നാമതായിട്ട്, നിൻ്റെ നിയമത്തിൽ. ഏത് നിയമമാണെന്ന് നമുക്കറിയാം? കർത്താവ് പഠിപ്പിച്ച പുതിയ നിയമത്തിൽ. ഇവിടെ നമുക്കൊരു തിരുവചനം ഒന്ന് ഓർമ്മിക്കാം. പൗലോസ് കൊറിന്തോസിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ തിരുവചനം. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് എല്ലാ വിധത്തിലും, പ്രത്യേകിച്ച് വചനത്തിലും വിജ്ഞാനത്തിലും നിങ്ങളെ സമ്പന്നരാക്കി. ഈ പുതിയ നിയമത്തിൽ കർത്താവ് വചനത്തിലും വിജ്ഞാനത്തിലും നമ്മെ സമ്പന്നരാക്കി. വീണ്ടും നമ്മൾ ഈ പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നത്, നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. പുതിയ നിയമത്തെക്കുറിച്ചുള്ള ജീവിതബന്ധിയായ അറിവാണ് നമുക്കുണ്ടാകേണ്ടത്. ജീവിതബന്ധിയായ അറിവ്, ജീവിതത്തിൽ ഊഷ്മളമായ അനുഭവം പകരുന്ന അറിവ്. നമുക്കറിയാം, എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ പരസ്പരം അവർക്ക് ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ പറഞ്ഞ ഒരു വചനം നമുക്ക് ഓർക്കാം. ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായം 32-ാമത്തെ വചനം. അവർ പറയുകയാണ്, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം
വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അപ്പം ഈശോയുടെ വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കണം. അത് നമുക്ക് വ്യക്തിപരമായിട്ടുണ്ടാകുന്ന ഒരു വചനാനുഭവമാണ്, ദൈവാനുഭവമാണ്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ ജ്ഞാനത്താൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. വീണ്ടും ഈ പ്രാർത്ഥനയിൽ നമ്മൾ ഓർക്കുന്നു, നിൻ്റെ സത്യത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർക്കുകയാണ്. ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഈശോയുടെ പ്രാർത്ഥന, യോഹന്നാൻ്റെ സുവിശേഷം 17 അധ്യായം, അത് ഈശോയുടെ പ്രാർത്ഥനയാണ്. തനിക്ക് വേണ്ടി തന്നെ ശ്ലീഹന്മാർക്കും തന്നെ വിശ്വസിക്കുവാൻ പോകുന്ന എല്ലാവർക്കും വേണ്ടി. ഇവിടെ ഈശോ ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാൻ 17:17 ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അവിടുത്തെ വചനമാണ് സത്യം. അപ്പോൾ ഈ വചനം വഴി നമുക്കുണ്ടാകുന്ന അനുഭവം വിശുദ്ധീകരണമാണ്. അതെ, കാരണം വചനം സത്യമാണ്. സത്യം നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യമെന്ന് പറയുന്നത് പാപമോചനം വഴിയുള്ള സ്വാതന്ത്ര്യമാണ്. അത് നമുക്ക് അനുഭവവേദ്യമാക്കി തരുന്നത് വിശുദ്ധീകരണമാണ്. അതെ, ഇങ്ങനെ ഈ ഒരു അനുഭവം ഉണ്ടാകുവാൻ നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ഈ പ്രാർത്ഥനയിൽ തന്നെ പറയുന്നുണ്ട്, കർത്താവിൻ്റെ വചനങ്ങൾ പാലിക്കണം. പുറപ്പാട് 19 മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ട് കൽപ്പനകൾ അനുസരിക്കുന്നതിനെക്കുറിച്ച് ദൈവം പറയുന്നുണ്ട്. മോശ ജനങ്ങളോട് കൽപ്പനകൾ അനുസരിക്കുവാൻ പഠിപ്പിക്കുന്നുണ്ട്. ഇനി വീണ്ടും ലൂക്കായുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ 8:21 കൽപ്പനകൾ അനുസരിക്കുന്നവരാകണം നമ്മൾ. അതിങ്ങനെയാണ്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പശ്ചാത്തലം നമുക്കറിയാം. ഈശോയെ അന്വേഷിച്ച് അമ്മയും സഹോദരന്മാരും വന്നു. ജനക്കൂട്ടം ചുറ്റുമുണ്ട്. അപ്പോൾ കടന്നു ചെല്ലാൻ സാധിക്കുന്നില്ല. ആരോ ചൂണ്ടിക്കാണിച്ചു, ഇതാ നിൻ്റെ അമ്മയും സഹോദരന്മാരും വന്നിരിക്കുന്നു. അപ്പോഴാണ് ഈശോ ഈ വലിയ സത്യം പറഞ്ഞത്, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. ഈ കാര്യം ഈശോ പറയുന്നത്, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരർ എന്ന് ചോദിച്ചിട്ടാണ് ഈ വചനം പറഞ്ഞത്. വീണ്ടും ലൂക്കാ 11:28 ഈശോയുടെ വചനം കേട്ട ഒരു വ്യക്തി ഈശോയെക്കുറിച്ച്, ഈശോയുടെ അമ്മയെക്കുറിച്ച് പറഞ്ഞ നല്ല വചസ്സുകൾ, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ സ്ഥലങ്ങളും ഭാഗ്യമുള്ളവ. ഈശോ എന്താ പറഞ്ഞത്? ലൂക്കാ 11:28 മറുപടി, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. ഇപ്പോൾ ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. ഈ ചിന്തകളെല്ലാം ഈ പ്രാർത്ഥനയിൽ മനോഹരമായിട്ട് കോർത്തിണക്കിയിരിക്കുകയാണ്. ഇത് പുരോഹിതൻ രഹസ്യത്തിൽ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പുരോഹിതൻ രഹസ്യത്തിൽ ചൊല്ലുന്ന പ്രാർത്ഥനയാണെങ്കിൽ പോലും ഹീസ് ദ ടങ് ആൻഡ് മൗത്ത് ഓഫ് ദി കമ്മ്യൂണിറ്റി. പുരോഹിതൻ ജനങ്ങളുടെ നാവാണ്, അധരമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണിത്. ഈ സുവിശേഷ ശ്രവണത്തിൽ നിന്നും അവർക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ സുവിശേഷ ശ്രവണത്തിൽ ലഭിക്കുന്ന കൽപ്പനകൾ പാലിക്കുവാനുള്ള ശക്തി ദൈവജനത്തിന് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. അപ്പോൾ അവിടുത്തെ വചനം ശ്രവണം നമുക്കറിയാം, അത് ഒരിക്കലും പാഴായി പോകരുത്. വചനത്തെക്കുറിച്ച്, വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഒക്കെ പഠിക്കുമ്പോൾ വചനം ഒരിക്കലും പാഴായി പോകുന്നില്ല, അത് ഫലദായകമാണ്. നമുക്ക് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55-ാമത്തെ അധ്യായം 10-11 വചനം ഒന്ന് ശ്രവിക്കാം.
അപ്പോൾ വചനം എങ്ങനെയാണ് പ്രവർത്തനനിരതമാകുന്നത്, ഫലദായകമാകുന്നത് എന്നവിടെ പഠിപ്പിക്കുകയാണ്. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു, അത് സസ്യങ്ങൾ മുളപ്പിച്ച് ഫലം നൽകി, വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കുന്നു. എന്നിട്ട് അതിനോട് താരതമ്യപ്പെടുത്തി പറയുകയാണ്, എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ, ഫലരഹിതമായി അത് തിരിച്ചു വരില്ല. എൻ്റെ ഉദ്ദേശ്യം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം വിജയപ്രദമായി ചെയ്യും. ഇതാണ് വചനത്തിൻ്റെ ശക്തി. അത് ഈശോ ഉദ്ദേശിക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുണ്ടതിന്, കഴിവുണ്ടതിന്. ആ ഒരു കഴിവ് നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ച് അറിയുവാൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ ഈശോയുടെ നിയമത്തെക്കുറിച്ചുള്ള അറിവ്, പുതിയ നിയമത്തെക്കുറിച്ചുള്ള അറിവ് വെറും ലൗകികമായ ജ്ഞാനമല്ല, മറിച്ച് ദൈവീകമായ ജ്ഞാനമാണ്. അത് ദൈവാനുഭവം പകരുന്നതാണ്. ഈ അറിവ് വെറും സുവിശേഷ പഠനത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. അതിനനുസൃതമായ ജീവിതക്രമം കെട്ടിപ്പടുക്കുന്നതിലേക്ക് അത് നയിക്കണം നമ്മെ. ദൈവവചനത്തിനനുസൃതമായ ജീവിതം രൂപപ്പെടുത്തുന്നതിലേക്ക് അത് നയിക്കണം നമ്മെ. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മെ നയിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം 3-ാമത്തെ വചനം നാം ഒന്ന് ഓർമ്മിക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. അപ്പോൾ ഈ വചനം നമ്മൾ ശ്രവിക്കുമ്പോൾ ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. കണ്ടോ, ആ വചനം ഉദ്ദേശിക്കുന്ന ലക്ഷ്യം നമ്മിൽ സാധിക്കണം. അതാണ് വചനത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവേദ്യമാകണമെന്ന് പറഞ്ഞത്. ഇതിനോട് കൂട്ടിച്ചേർത്ത് വേണമെങ്കിൽ നമുക്ക് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലെ ഒരു വചനവും കൂടി ഓർക്കാം. അത് എബ്രായർ 4:12 4:12 നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. ഇപ്പോൾ വചനം നമ്മിൽ എന്തുമാത്രം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുവെന്ന് നാം ഈ കേട്ട വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതെ, വചനം വഴി അവിടുന്ന് വിശ്വാസികളെ സൗഖ്യമാക്കുന്നു. അപ്പം നമുക്ക് സൗഖ്യം നൽകുകയാണ്, ആന്തരിക സൗഖ്യം നൽകുന്നു. അതെ, സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ആന്തരികവും ബാഹ്യവുമായ സൗഖ്യം വചനം വഴി നമുക്ക് ലഭിക്കുന്നു. വീണ്ടും യോഹന്നാൻ 8:31 ശിഷ്യരായി ജീവിക്കാൻ വചനത്തിൽ നമ്മൾ നിലനിൽക്കണം. എന്ന് പറഞ്ഞാൽ അതൊരു തുടർച്ചയായ പ്രക്രിയയാണ്. നമ്മുടെ ജീവിതത്തിൽ വചനത്തിൽ നിലനിൽക്കുക, വചനാനുസൃതം ജീവിതത്തെ കരുപ്പിടിപ്പിക്കുക, വചനാനുഭവം അനുസ്യൂതമായിട്ട് അനുഭവിക്കുവാൻ സാധിക്കുക. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. വീണ്ടും ഈ സുവിശേഷ പ്രദക്ഷിണത്തിൻ്റെ പ്രതീകാത്മകത എന്താണ്? ഈ സുവിശേഷ പ്രദക്ഷിണം എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്? നമുക്കൊന്ന് നോക്കാം. ആഘോഷമായി സുവിശേഷം ബേമയിൽ പ്രവേശിക്കുന്നത് നമുക്കറിയാം. മദ്ബഹയിൽ നിന്ന് വന്ന് ബേമയിലേക്കാണ് പുരോഹിതൻ വരുന്നത്. ഈ ബേമയിലേക്ക് സുവിശേഷം കൊണ്ട് പ്രവേശിക്കുമ്പോൾ ഓശാന വിളികളുടെ മധ്യേ പ്രതാപവാനായി കർത്താവ് ജെറുസലം പ്രവേശനം നടത്തുന്നതിനെയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. ഇത്ര ഹൃദ്യമായ ചിന്ത. ഇതിന് വ്യാഖ്യാനം പറയുന്ന അബ്ദീഷോയും അതുപോലെ ബെർസോബിയും പറയുന്ന ഒരു ചിന്തയാണ്. ഇനി ഈ പ്രദർശനത്തിൽ പങ്കെടുക്കുന്ന ഡീക്കന്മാർ അവരാരെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്? പ്രതാപത്തോടെ കർത്താവ് ജെറുസലത്തേക്ക് പ്രവേശിച്ചപ്പോൾ അവിടുത്തെ അനുഗമിച്ച ജനസഞ്ചയത്തിൻ്റെ പ്രതീകമാണ് ഈ ഡീക്കന്മാർ. ഇത് വ്യാഖ്യാതാവായ ബെർലീഫായുടെ അഭിപ്രായമാണ്.
ഇവരെല്ലാം ജെറുസലേം പ്രവേശനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഈ പ്രദക്ഷിണത്തെക്കുറിച്ച് പറയുന്നത്. ഇനി പ്രദക്ഷിണ സമയത്ത് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന 2 ഘടകങ്ങൾ, ഒന്ന് കുരിശാണ്, ഒന്ന് സുവിശേഷമാണ്. ഇതിന് രണ്ടിനെയും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഗബ്രിയേൽ കത്രായ, നമ്മളിതിനോടകം പറഞ്ഞിട്ടുള്ള വ്യാഖ്യാതാവാണ്, അദ്ദേഹം പറയുന്നൊരു മനോഹരമായ ചിന്ത കൂടി നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. അദ്ദേഹം പറയുന്നു, കുരിശോടുകൂടി സുവിശേഷം പുറത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ മദ്ബഹായിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ശരീരത്തോടും ആത്മാവോടും കൂടിയ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ രഹസ്യത്തെ സൂചിപ്പിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യത്വം, അതിൽ ശരീരവും ആത്മാവും ഉണ്ട്. ആ രഹസ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുരിശ് എന്തിനെയാണ്? ക്രൂശിക്കപ്പെട്ട ശരീരത്തിൻ്റെ പ്രതീകം. സുവിശേഷമോ? സുവിശേഷം ദിഷണാശക്തിയുള്ള ആത്മാവിൻ്റെ രഹസ്യം. അപ്പോൾ ഈശോയുടെ ശരീരത്തോടും ആത്മാവോടും കൂടിയ ആ രഹസ്യത്തെ ഇത് ഈ പ്രദക്ഷിണത്തിലെ കുരിശും സുവിശേഷവും സൂചിപ്പിക്കുന്നുവെന്ന് കത്രായ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി ഈ കുരിശ് എങ്ങനെയുള്ള കുരിശാണ് ഉപയോഗിക്കുന്നത് എന്ന് കത്രായ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബർസോബിയും രണ്ടുപേരും വ്യാഖ്യാതാക്കളാണ്. അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ദണ്ടിൻ്റെ മുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന കുരിശാണ്. ദണ്ടിൻ്റെ മുകളിൽ അത് പറഞ്ഞു കേട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. കാരണം നമ്മൾ ഈ കുരിശ്, ദണ്ടിൻ്റെ മുകളിലുള്ള കുരിശ് ഉപയോഗിക്കുന്നവരാണ്. ഈ കുരിശാണ് പ്രദക്ഷിണത്തിന് ഉപയോഗിച്ചിരുന്നതെന്നാണ് ഈ വ്യാഖ്യാതാക്കൾ പറയുന്നത്. നമുക്കറിയാം, ദണ്ടിൻ്റെ മുകളിൽ തുണി കൊണ്ടൊരു കവചം നമ്മൾ കുരിശിൻ്റെ മുകളിൽ കണ്ടിട്ടുണ്ട്. അതിനുശേഷം കുരിശും കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പറയുന്നത് എങ്ങനെയാണ്? അതിന് കുരിശും മൊന്തയും നമ്മുടെ പ്രദക്ഷിണത്തിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ കുരിശും മൊന്തയും. നമ്മുടെ സീറോ മലബാർ പള്ളികളിൽ റാസയ്ക്ക് ഉപയോഗിച്ചിരുന്നത് ഈ കുരിശാണ്. കുരിശും മൊന്തയും അതാണ് ഉപയോഗിച്ചിരുന്നത്. ഇനി ഈ കുരിശ് സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട്, എങ്ങനെയുള്ള മരണത്താൽ മനുഷ്യപുത്രൻ്റെ മഹത്വീകരണം സാധിക്കും, അല്ല എങ്ങനെയുള്ള മരണത്താൽ മനുഷ്യപുത്രൻ മഹത്വീകരിക്കപ്പെടും. കുരിശിൽ സംഭവിച്ചതാണ്, ഈശോയുടെ മഹത്വീകരണമാണ് ഒന്നാമത്തെ കാര്യം. 2, തന്നിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കർത്താവിൻ്റെ കുരിശിൽ വിശ്വസിക്കുന്നവൻ നിത്യജീവൻ പ്രാപിക്കും. വാസ്തവത്തിൽ കുരിശ് നമുക്കൊരു ക്രൂശിതൻ്റെ അനുഭവം തരുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു പക്ഷേ കേട്ട് പരിചയമുണ്ടായിരിക്കും. പാകിസ്ഥാനിലെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന ബാട്ടി, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം വെടിയേറ്റ് അകാലത്തിൽ മരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് തൻ്റെ മരണത്തെക്കുറിച്ച് ഏതാണ്ട് മുൻകൂട്ടി അറിയാമായിരുന്നു. മരണമൊക്കെ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ഒരു കാസറ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകമുണ്ട്, നമുക്ക് നിത്യജീവൻ തന്ന ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. എങ്ങനെ നിത്യജീവൻ തന്നെന്നും കൂടി അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ ജീവൻ അർപ്പിച്ചുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകിയ ക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. കുരിശിൻ്റെ അർത്ഥം എനിക്ക് അറിയാം. കുരിശോളം ഞാൻ അവിടുത്തെ അനുധാവനം ചെയ്യുന്നു. എത്ര ഹൃദ്യമായ വാക്കുകളാണ്. അപ്പോൾ കുരിശുമായിട്ട് ബന്ധപ്പെടുത്തി അദ്ദേഹം തൻ്റെ ക്രിസ്തുവാനുഭവത്തെ, തൻ്റെ വിശ്വാസത്തെ തന്നെ ഇവിടെ ഭംഗിയായിട്ട് അനാവരണം ചെയ്തിരിക്കുകയാണ്. ഇനി ഈ ദണ്ടിലുയർത്തിയ കുരിശ് ബൈബിളിലൊരു വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അത് യോഹന്നാൻ്റെ സുവിശേഷം 3:14 അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ദ്വയാർത്ഥ പ്രയോഗമുള്ള ഒരു വചനം കൂടിയാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. മോശ മരുഭൂമിയിൽ പിത്തളസർപ്പത്തെ ഉയർത്തി. ആ കാര്യം നമുക്ക് പഴയ നിയമത്തിൽ അറിയാം. കാരണം സർപ്പദംശനമേറ്റ ആളുകൾ മരിച്ചു വീണപ്പോൾ ദൈവ നിർദ്ദേശമനുസരിച്ച്, കൽപ്പനയനുസരിച്ച് മോശ ഒരു വടിയിൽ പിത്തള സർപ്പത്തിൻ്റെ രൂപം ഉണ്ടാക്കി. അതിനെ നോക്കി ആളുകൾ രക്ഷ പ്രാപിച്ചു.
അത് ഇവിടെ പറയുന്നത് ക്രൂശിതനാകുന്ന കർത്താവിൻ്റെ, കുരിശിൽ ഉയർത്തപ്പെടുന്ന കർത്താവിൻ്റെ പ്രതീകമായിട്ടാണ്. വാസ്തവത്തിൽ ഈ കുരിശിൽ ഉയർത്തപ്പെടുന്ന കർത്താവ്, ഇവിടെ ദ്വയാർത്ഥ പ്രയോഗം എന്ന് ഞാൻ പറഞ്ഞത് എന്താണ്? ഒന്ന്, കുരിശിൽ ഈശോയെ തറച്ചിട്ട് ആ കുരിശിങ്ങനെ നാട്ടി ഉയർത്തുക. അതിൻ്റെ രണ്ടാമത്തെ ആന്തരിക അർത്ഥം എന്താണ്? ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ടപ്പോൾ ക്രൂശിതൻ ഉത്ഥിതനായി മഹത്വീകൃതനായി, മഹത്വത്തിൽ ഉയർത്തപ്പെട്ടു. എന്തിനു വേണ്ടിയാണ്? തന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ഉണ്ടാകുന്നതിന്. അതിനു വേണ്ടിയിട്ടാണ് മനുഷ്യപുത്രൻ ഇപ്രകാരം ഉയർത്തപ്പെട്ടത്. ഇക്കാര്യം ഈ കുരിശിൽ നമ്മൾ അനുസ്മരിക്കുകയാണ്. ഈ ഒരു ചിന്ത ഈ വചനത്തെ ആസ്പദീകരിച്ച് പഠിപ്പിക്കുന്നത് വ്യാഖ്യാതാവായ ബെർലീഫയാണ്. നമ്മളിങ്ങനെ വെറുതെ പറയുന്ന ചിന്തകളല്ല, മറിച്ച് വ്യാഖ്യാതാക്കൾ ബോധപൂർവം പഠിപ്പിച്ചിട്ടുള്ള ചിന്തകളാണ്. ഒരുപക്ഷേ നമുക്ക് വേണമെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. തുടർന്ന് നമുക്ക് എന്തെങ്കിലും സംശയ ദൂരീകരണം നടത്തണമെങ്കിൽ നടത്താം. ഡീക്കൻ്റെ അറിയിപ്പ് മുതൽ വരുന്ന ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പഠിച്ച കാര്യത്തെക്കുറിച്ചോ പൊതുവായ കാര്യത്തെക്കുറിച്ചോ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ചോദിക്കാവുന്നതാണ്. വികാരിച്ച ഈശോ സഭ സ്ഥാപിച്ചപ്പോൾ പത്രോസിനെ അതിൻ്റെ തലവനാക്കി അവിടുത്തെ സഭ സ്ഥാപിച്ചു. പിന്നീട് പല രാജ്യങ്ങളിൽ അവിടുത്തെ സംസ്കാരത്തിന് അനുസൃതമായിട്ട് പ്രാദേശികമായിട്ട് പല സഭകളും നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വിവിധങ്ങളായ ആരാധനാക്രമങ്ങൾ അവരുടെ സംസ്കാരത്തിനൊത്ത് ഉണ്ടായി. പക്ഷേ നമ്മുടെ ഭാരതത്തിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ, നമ്മുടെ സീറോ മലബാർ സഭയിൽ തന്നെ, ആ ഒരു സഭയിൽ തന്നെ വിവിധ പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള കുർബാനകളും ആരാധനാക്രമങ്ങളും നടക്കുമ്പോൾ അത് അത്ര നല്ല കാര്യമാണോ? നമ്മുടെ സഭയുടെ തലവൻ്റെ കീഴിൽ തന്നെ പല ദേശത്തും പല രീതിയിലുള്ള വിശുദ്ധ കുർബാന നടക്കുന്നത് ഒരു ഉചിതമായ കാര്യമല്ലല്ലോ. അച്ഛൻ്റെ അഭിപ്രായം എന്താണ്? നമുക്കൊരു പക്ഷേ ആ ചോദ്യം അല്പം കൂടി വിശാലമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, സഭയ്ക്ക് മൊത്തത്തിൽ ഒരു ആരാധനാക്രമം പോരെ? നമ്മൾ വളരെ ലളിതമായിട്ട് ചിന്തിക്കുമ്പോൾ ഒരു സഭാതലവൻ ഒരു ആരാധനാക്രമം ആണെങ്കിൽ നമ്മളെവിടെ ചെന്നാലും അതേ ആരാധനാക്രമം. അപ്പോൾ ഇവിടെയാണെങ്കിലും നമ്മളിപ്പോൾ യൂറോപ്പിൽ പോയാലും അമേരിക്കയിൽ പോയാലും എവിടെ പോയാലും നമുക്കൊരേ ആരാധനാക്രമം. അതേത് ആരാധനാക്രമം വേണമെന്നുള്ളത് ഒരു പ്രശ്നമായി. ഇപ്പം എന്തിനാണ് വിവിധങ്ങളായ ആരാധനാക്രമങ്ങൾ? അതൊരു ചോദ്യമാണ്. സാറിൻ്റെ ആ ചോദ്യത്തിൽ തന്നെ വാസ്തവത്തിൽ അതിൻ്റെ ഒരു ഉത്തരവും കൂടിയുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈശോയ്ക്ക് ഒരൊറ്റ ശിഷ്യനേ ഉള്ളൂ, ഈശോയെ പോലെ തന്നെ. അത് പത്രോസ് ആയിരിക്കട്ടെ. അവരുടെ നേതാവ് പത്രോസ് ആയതുകൊണ്ട് പത്രോസിൻ്റെ കാര്യം സാറും പറഞ്ഞല്ലോ. അപ്പോൾ പത്രോസ് മാത്രം പലയിടങ്ങളിൽ പോയി പ്രസംഗിച്ച് ഒരു സഭയുണ്ടായിരുന്നെങ്കിൽ, പത്രോസ് ഈശോയെ കണ്ട് കേട്ട് തൊട്ട് അറിഞ്ഞ് അനുഭവിച്ച് പറഞ്ഞ കാര്യങ്ങൾ, അത് വിശ്വസിച്ചിട്ട് അത് ആ സുവിശേഷം പ്രാർത്ഥിച്ചപ്പോഴുണ്ടായ ഒരു ആരാധനാക്രമം മതിയായിരുന്നു. അത് വാസ്തവത്തിൽ അങ്ങനെയല്ല ചരിത്രത്തിൽ സംഭവിച്ചത്. ഈശോ ഒരു ശിഷ്യനെ മാത്രമല്ല അപ്പസ്തോലനായിട്ട് തിരഞ്ഞെടുത്തത്, മറിച്ച് 12 പേരെയാണ്. ഈ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കറിയാം, ഈ 12 പേർക്കും അടിസ്ഥാനപരമായിട്ട് ഈശോയെക്കുറിച്ചുള്ള അറിവ് ഒന്ന് തന്നെയാണ്, അടിസ്ഥാനപരമായിട്ട്. പക്ഷെ വിശദാംശത്തിൽ വിശകലനം ചെയ്താൽ അവരുടെ അറിവ് തമ്മിൽ വ്യത്യാസമുണ്ട് താനും. ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ ഭാവനയിൽ കാണാം. ഇവിടെ പത്രോസ്, തോമാശ്ലീഹ, യോഹന്നാൻ, ഇങ്ങനെ 3 പേരെ വേണമെങ്കിൽ നമുക്കൊരു ഉദാഹരണത്തിനെടുക്കാം. അവരോട് നമ്മുടെ മുൻപിലൂടെ കടന്നു വന്ന് ഈശോയെക്കുറിച്ച് അവർക്കുണ്ടായ അനുഭവം പറയാൻ പറഞ്ഞാൽ ഒരാളെക്കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ വ്യക്തിപരമായിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടേ അവർ പറയുകയുള്ളൂ. വേണമെങ്കിൽ അവർക്ക്
അവരുടെ ആ മികവ് വേണമെങ്കിൽ കാണിക്കാനും സാധിക്കും. പത്രോസ് തീർച്ചയായിട്ടും പറയും, സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ എന്നെ ഏൽപ്പിച്ചത് ഞാൻ 3 പ്രാവശ്യം ഉപേക്ഷിച്ച് പറഞ്ഞു, പക്ഷേ 3 പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. കണ്ടോ, അവന് വേണ്ടി ജീവൻ അർപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ആ കാര്യം തന്നെ അവൻ എന്നോട് മുൻകൂട്ടി പറഞ്ഞിരുന്നു. പ്രായമാകുമ്പോൾ, ഇപ്പോൾ നിനക്ക് ഇഷ്ടമുള്ളടത്തേക്ക് നീ പോകുന്നു, നീ അരമുറുക്കി. പ്രായമാകുമ്പോൾ മറ്റുള്ളവർ നിന്നെ അരമുറുക്കി അവർ പറയുന്നിടത്തേക്ക് നീ പോകും. ഏത് വിധേനയുള്ള മരണമാണ് വരിക്കാൻ പോകുന്നത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞെന്നുള്ള കാര്യവും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പത്രോസിന് തൻ്റെ അനുഭവം തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. യോഹന്നാനോട് ചോദിച്ചാലോ? യോഹന്നാനെക്കുറിച്ച് തന്നെ പറയുന്നത് ദ ഡിസൈപ്പിൾക്കും ജീസസ് ലവ്ഡ്, ഈശോ സ്നേഹിച്ച ശിഷ്യൻ. കാരണം ഈശോയുടെ ആ സ്നേഹം യോഹന്നാൻ ഊഷ്മളമായിട്ട് അനുഭവിച്ചു. അന്ത്യത്താഴ്വരയിലിരുന്നപ്പോഴത്തെ അവിടുത്തെ മാറോട് ചേർന്ന് കിടന്നവൻ വീണ്ടും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് ആ തിരുമരണം നോക്കിക്കാണാൻ, ആ ചുടു ചോരയെ ചവിട്ടുന്ന തിരുമരണം നോക്കിക്കാണാൻ ഭാഗ്യം സിദ്ധിച്ച യോഹന്നാൻ കല്ലറയിലേക്ക് ഓടിച്ചെന്ന് പത്രോസിന് മുമ്പേ ഓടി കല്ലറയിലേക്ക് ഒളിഞ്ഞു നോക്കി യോഹന്നാൻ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ യോഹന്നാന് നമ്മളോട് പറയാനുണ്ട്. വീണ്ടും തോമാസ്ലീഹയോട് ചോദിച്ചാലോ? തോമാസ്ലീഹയ്ക്കും തോമാസ്ലീഹയുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയാനുണ്ട്. ഈശോയെ എത്ര ആഴത്തിൽ ഞാൻ സ്നേഹിച്ചിരുന്നെന്നറിയാവോ? തോമാസ്ലീഹ പറയും, ബഥാനിയയിലേക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചതാണ്. ആ സമയത്ത് ഞാൻ പറഞ്ഞു, ലെറ്റ് us go and die with him, നമുക്കും അവനോടുകൂടി പോയി മരിക്കാം. അപ്പോൾ ഈശോയോട് കൂടി പോയി മരിക്കാൻ പോലും തയ്യാറായ ശിഷ്യൻ്റെ കാഴ്ചപ്പാടറിയത്തില്ലേ? ഞാനില്ലാതിരുന്ന സമയത്ത് അവൻ വന്നപ്പോൾ അവനെ തൊട്ട് അവൻ്റെ തിരുവിലാവിലെൻ്റെ കരങ്ങൾ എൻ്റെ കൈവിരലിടണം, അവൻ്റെ കൈകളിൽ എൻ്റെ തിരുമുറിവുകൾ കാണണം. ഇതൊക്കെ ഞാൻ വാശി പിടിച്ചു. കണ്ടോ, എൻ്റെ വാശിക്ക് മുൻപിൽ കർത്താവ് കടന്നു വന്നില്ലേ? എന്നിട്ട് എന്നെ വിളിച്ചില്ലേ, തോമാ ഇവിടെ വരിക. ഞാൻ തൊട്ടൊന്നും വചനം പറയുന്നില്ലല്ലോ ഒരു സ്ഥലത്തും. ഞാൻ നിന്ന നിപ്പിൽ പറഞ്ഞു, മാർവാലാഹ്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഇവരിങ്ങനെ ഞാനിത് വെറുതെ ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരിങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ വിശദാംശത്തിൽ അവതരിപ്പിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് വളരെ മാനുഷികമായിട്ട് പറയാം. ഒരപ്പന് 12 മക്കളുണ്ടെങ്കിൽ എന്ന് സങ്കല്പിക്കുക. ആ 12 മക്കൾക്കും അപ്പനെക്കുറിച്ചുള്ള അനുഭവമുണ്ട്. അതിലൊരാൾ അനുഭവം എഴുതാതെ മരിച്ചു പോയാൽ അപ്പനെക്കുറിച്ചുള്ള വിശദാംശത്തിലുള്ള അവൻ്റെ അനുഭവം നഷ്ടമാകും. സുവിശേഷം തന്നെ 4 സുവിശേഷകന്മാർ അല്ലെങ്കിൽ 4 സഭയ്ക്ക് വേണ്ടി എഴുതുന്നു, 4 സ്ഥലങ്ങൾക്ക് വേണ്ടി എഴുതിയപ്പോൾ ആ ഒരു സുവിശേഷം നഷ്ടപ്പെട്ടു പോയാൽ ആ സുവിശേഷത്തിൻ്റെ വിശദമായിട്ടുള്ള ആ ദൈവാനുഭവം നമുക്ക് നഷ്ടമായിട്ട് പോകും. അതുകൊണ്ട് തന്നെ 4 സുവിശേഷവും നമുക്കൊരുപോലെ പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെയാണ് ഈ വിശദാംശത്തിൽ ഈശോയെക്കുറിച്ച് വ്യത്യസ്തമായ അനുഭവമുള്ള ശിഷ്യൻ ഒരു സഭയുടെ തുടക്കത്തിൻ്റെ ഒരു കാരണം. അതുപോലെ സാറ് സൂചിപ്പിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ ചെന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ വിവിധ സാംസ്കാരിക പശ്ചാത്തലത്തിലുള്ള ആളുകൾ അത് സ്വീകരിച്ചപ്പോൾ ആ ആളുകൾ മറ്റൊരു ഘടകം, അങ്ങനെ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ഒരു സമൂഹം, പ്രത്യേക ജീവിതക്രമമുള്ള ഒരു സമൂഹം രൂപപ്പെട്ടു. അവർ മാമോദീസായിൽ, വിശ്വാസത്തിൽ, പൊതുവായ നേതൃത്വത്തിലൊക്കെ ഒരേപോലെയാണ്. എന്നാൽ അവരുടെ പ്രാർത്ഥന, ഔദ്യോഗികമായിട്ടുള്ള ആരാധന, പരിശുദ്ധ കുർബാന വ്യത്യസ്തമായി തീർന്നു. അതാരും തീർത്തതല്ല, അങ്ങനെ സ്വാഭാവികമായിട്ട് സ്പോണ്ടേനിയസായിട്ട് വളർന്നു വന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് നമ്മൾ വിവിധ ആരാധനാക്രമ കുടുംബങ്ങൾ, ആരാധനാക്രമ പാരമ്പര്യങ്ങൾ ഒക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ സുവിശേഷം പോലെ ഈ ആരാധനാക്രമ പാരമ്പര്യങ്ങൾ എല്ലാം ദൈവാനുഭവത്തിൻ്റെ ഉറവിടങ്ങൾ തന്നെയാണ്. അതൊന്നും നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അത് ഏതെങ്കിലും ഒരു പെട്ടിയിൽ എഴുതി സൂക്ഷിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. മറിച്ച് അത് ജീവിക്കുന്ന ഈ ആരാധനാക്രമം ഉപയോഗിച്ചുകൊണ്ട് സുവിശേഷം ജീവിക്കുന്ന സമൂഹത്തിൽ അത് സജീവമായി തീരണം. അത് നഷ്ടപ്പെട്ടു പോയാൽ ആഗോള സഭയ്ക്ക് അത് ഒരു നഷ്ടമാണ്.
വത്തിക്കാൻ കൗൺസിൽ സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ, കത്തോലിക്ക സഭയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പറയുന്ന ഒരു ചിന്തയുണ്ട്. സഭകളുടെ കൂട്ടായ്മയാണ്. നമുക്കറിയുന്ന 24 വ്യക്തിഗത സഭകളാണുള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിഗത സഭയ്ക്ക് അതിൻ്റെ ആരാധനക്രമവും അതിൻ്റെ ദൈവശാസ്ത്രവും എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ ആരാധനക്രമ പാരമ്പര്യമാണ് ഒരു സഭ അനുഷ്ഠിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് സഭകൾ അനുഷ്ഠിക്കുമ്പോൾ വ്യത്യസ്ത സഭകളിൽ കുർബാനക്രമത്തിന്, ആരാധനാക്രമത്തിന്, പാരമ്പര്യത്തിനൊക്കെ വ്യത്യാസമുണ്ട്. അത് സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുക മാത്രമല്ല, പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു കാര്യമാണെന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു കാര്യം, ഈ ഒരു സഭയിൽ തന്നെ ആരാധനക്രമം വിവിധ രീതിയിൽ അനുഷ്ഠിക്കുന്നു എന്നുള്ളത് അത് ഒരു കാരണവശാലും നമുക്ക് സ്വീകാര്യമായിട്ട് തോന്നുകയില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒരു വ്യക്തിഗത സഭയ്ക്ക് ഒരേ ആരാധനക്രമമാണ്. വ്യക്തിഗത സഭയ്ക്ക് നമ്മളിപ്പോൾ പൗരസ്ത്യ ആരാധനക്രമം നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമം ഈ സഭാമക്കൾക്കെല്ലാം ഒന്നു തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് നമ്മുടെ സഭയുടെ ചരിത്രം അറിയാവുന്നവർക്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇവിടെ വിദേശീയരുടെ, പാശ്ചാത്യരുടെ ആഗമനത്തിന് ശേഷം നമ്മുടെ സഭയുടെ പാരമ്പര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഏതാനും നാളുകൾ നമ്മൾ ഉപയോഗിച്ച ഈ പാശ്ചാത്യ സഭയുടെ അനുഷ്ഠാനക്രമങ്ങളെല്ലാം ഉൾച്ചേർത്ത ആ ആരാധനക്രമം ഉപയോഗിച്ചാൽ പോരെ? ഇനി അത് വേണമെങ്കിൽ അത് തന്നെ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അങ്ങനെ എല്ലാവരും ഉപയോഗിച്ചിരുന്നെങ്കിൽ വാസ്തവത്തിൽ ഇവിടെ ഒരു വ്യത്യസ്തത വരികയില്ലായിരുന്നു. പക്ഷേ നമ്മൾ വിദേശ മേൽക്കോയ്മയുടെ കീഴിൽ സഭയിലും അങ്ങനെ ഒരു മേൽക്കോയ്മ ഉണ്ടായിരുന്നു. ആ മേൽക്കോയ്മയുടെ ഫലമായിട്ടാണ് നമ്മുടെ സുറിയാനി സഭ, മാർത്തോമാ ക്രിസ്ത്യാനികളുടെ സഭ കൂനംകുരിശ് സത്യം വഴി രണ്ടായി തീർന്നതെന്നൊക്കെ നമുക്കറിയാം. അന്നത്തെ ചരിത്രം പറഞ്ഞാൽ പഴയ കൂറും പുത്തൻ കൂറുമായിട്ടൊക്കെ മാറിയതൊക്കെ നമുക്കറിയാം. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ആരാധനക്രമ പാരമ്പര്യം ജീവിക്കുകയും നിലനിർത്തുകയും ചെയ്യണമെന്ന ഒരു ചിന്ത വരുമ്പോൾ ഒരു പക്ഷേ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ 1934 പതിനൊന്നാം പീയൂസ് മാർപ്പാപ്പയോട് ലത്തീൻ പൊന്തിപ്പിക്കാൽ, പാശ്ചാത്യ സഭയുടെ പൊന്തിപ്പിക്കാൽ സുറിയാനിയിലാക്കി ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അവസരം തരണമെന്നാണ് നമ്മുടെ മെത്രാന്മാർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവിടുന്ന് മാർപ്പാപ്പ ഒരു പക്ഷത്ത് മാർപ്പാപ്പ മാത്രമുണ്ട്, നമ്മളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. എന്നിട്ട് പോലും അത് അനുവദിച്ചു തന്നില്ല. അതിൻ്റെ കാരണം നമ്മുടെ സഭയുടെ ഒറിജിനലായിട്ടുള്ള ആരാധനാക്രമ പാരമ്പര്യം അത് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധി കൊണ്ടാണ് അത് ആരാധനാക്രമം അത് നിലനിർത്തുമ്പോൾ അത് ആഗോള സഭയുടെ ദൈവാനുഭവത്തിൻ്റെ സമ്പന്നതയ്ക്ക് മാറ്റുകൂട്ടുകയാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് അത് നിങ്ങൾ സുറിയാനിയിലുള്ളത് പുനരാവിഷ്കരിക്കുക, പുനരുദ്ധരിക്കുക, അപ്പോൾ അംഗീകാരം തരാമെന്ന് പറഞ്ഞത്. അതിന് വലിയൊരു കണ്ണു തുറപ്പിക്കുന്ന ഒരു കാര്യമാണ് വാസ്തവത്തിൽ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആരാധനാക്രമ പാരമ്പര്യങ്ങൾ നിലനിർത്തുമ്പോൾ ഇവിടെയെല്ലാം നമുക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് വാസ്തവത്തിൽ സഭയിൽ സ്പോണ്ടേനിയസ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, സ്പോണ്ടേനിയസായിട്ട് രൂപപ്പെട്ടതാണ്. ഒരു ചെടി വളരുന്നത് പോലെയാണ്. കണ്ടോ, അത് ഇങ്ങനെ വളർന്നു വന്നതാണ്. അത് നമ്മുടെ പൂർവികർ അനുഭവിച്ചിരുന്ന ദൈവാനുഭവമാണ്. വാസ്തവത്തിൽ ഇതിൻ്റെ തുടക്കം എവിടെയാണ്? ശരിക്കും സഭയുടെ തുടക്കം എന്ന് പറയുന്നത് റോമല്ലല്ലോ കേന്ദ്രം. സഭയുടെ കേന്ദ്രം എവിടെയാണ്? ജെറൂസലേമാണ്. ഈശോയുടെ ശിഷ്യന്മാർ ജെറൂസലേമിലാണ് കൂടിയത്, സിഹിനൂട്ടിശാലയിലാണ്. അവിടെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരുന്നത്. അവിടെയാണ് വാസ്തവത്തിൽ സഭ ഔദ്യോഗികമായിട്ട് നമ്മൾ പറയും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതെന്നൊക്കെ പറയും. അപ്പോൾ സഭയുടെ ആരംഭം ജെറൂസലേമിലാണ്, പൗരസ്ത്യ ദേശത്താണ്. അപ്പോൾ ഈ പൗരസ്ത്യ സഭയിൽ അവികലമായിട്ട് തുടർന്നു പോന്നിരിക്കുന്ന എല്ലാ പാരമ്പര്യങ്ങളും, അത് ആരാധനാക്രമ പാരമ്പര്യമാകട്ടെ, അത് നമ്മുടെ ഭരണക്രമമാകട്ടെ, അത് നമ്മുടെ ദൈവശാസ്ത്രമാകട്ടെ, അതെല്ലാം തനതായ രീതിയിൽ ഒരു സഭ നിലനിർത്തണം. ഇനി വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, ഒരു കാലഘട്ടത്തിൽ ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലത്തീൻ സഭയുണ്ട്, സുറിയാനി സഭയുണ്ട്, സിറോ മലബാർ സഭയുണ്ട്,
സിറോ മലങ്കര സഭയുണ്ട്, കത്തോലിക്ക സഭകൾ. പണ്ട് ഇങ്ങനെ 3 സഭകളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിക്കലാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. 3 സഭകൾക്ക് 3 ആരാധനാക്രമ പാരമ്പര്യം എന്ന് പറഞ്ഞാലും ഒട്ടും ഉൾക്കൊള്ളാത്ത ആളുകളുണ്ടായിരുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് നമ്മുടെ തങ്കച്ചി വീട്ടിലച്ഛൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ഹെഡിങ് തന്നെ ഞാൻ ഓർക്കുകയാണ്, 1 ടെറിട്ടറി 1 ജൂറിസ്ഡിക്ഷൻ, ഒരു ഭൂപ്രദേശം ഒരധികാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ചില ആളുകൾ, ചില സഭയിൽപ്പെട്ട ആളുകൾ വാദിച്ചുകൊണ്ടിരുന്നതാണ്, ഇന്ത്യയിലെ എല്ലായിടത്തും ഒരു ടെറിട്ടറി ഉണ്ട്, ആ ടെറിട്ടറിയിൽ ഒരു സഭ മതി, ഒരു അധികാരം മതി. കണ്ടോ, ഇന്നിപ്പം കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഓരോ സഭയ്ക്കും തനതായ രീതിയിൽ സുവിശേഷം പ്രഘോഷിക്കാനും തനതായ പാരമ്പര്യം അവർ മാമോദീസ മുഖ്യ അല്ലെ സുവിശേഷവൽക്കരിക്കുന്ന ആ സഭയിൽ നടപ്പാക്കുവാനും അവകാശമുണ്ട് എന്ന് വ്യക്തമായിട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു. പൗരസ്ത്യ സഭകളെക്കുറിച്ചുള്ള ഡിക്രിയിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സഭയെന്ന ന്യായത്താൽ ഒരു സഭയും മറ്റൊന്നിൻ്റെ മുന്നിലല്ല, ഒരു സഭയും മറ്റൊരു സഭയുടെ മേൽ ആധിപത്യം പുലർത്തുന്നില്ല. എല്ലാ സഭകളും തുല്യമാണ്. അപ്പം എല്ലാ ആരാധനാക്രമങ്ങൾക്കും ഒരു സഭയുടെ ആരാധനാക്രമം വേറൊന്നിൻ്റെ ആരാധനാക്രമത്തേക്കാൾ മോശമല്ല. നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളും എല്ലാം മറ്റൊന്നിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് മോശമല്ല. നമുക്ക് തനതായിട്ടുള്ള പാരമ്പര്യം, നമ്മുടെ ദൈവശാസ്ത്രം എല്ലാം നമുക്ക് വിലപ്പെട്ടതാണ്. അതുകൊണ്ട് ഒരു സ്ഥലത്ത് തന്നെ 1 ടെറിട്ടറി 1 ജൂറിസ്ഡിക്ഷൻ അല്ല എന്ന് പറഞ്ഞാൽ, ഇച്ചിരി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഒരു ഭൂപ്രദേശം ഒരു സഭയല്ല, മറിച്ച് ഒരു ഭൂപ്രദേശത്ത് തന്നെ പല സഭകൾക്ക് വളർന്നു വരാം, പല സഭകൾക്ക് നിലനിൽക്കാം, അത് തുല്യ അവകാശത്തിന് നിലനിൽക്കാം. നമ്മുടെ സഭയ്ക്ക് ഇങ്ങനെയൊരു അംഗീകാരം, ഒരു അനുവാദം പൂർണ്ണമായിട്ടും കിട്ടിയത് ഈ കഴിഞ്ഞ നാളുകളില്ല. മാർപ്പാപ്പ ഇന്ത്യ ഒട്ടുക്കും നമുക്ക് പോയി സുവിശേഷം പ്രഘോഷിക്കാനും അവിടെ എല്ലാം രൂപത ആരംഭിക്കാനും സഭ നിലനിൽക്കാനും ഒക്കെയുള്ള അവകാശം, നിലനിർത്താനൊക്കെ ഉള്ള അവകാശം നമുക്കുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ്. അതുവഴി ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതപ്പുഴയ്ക്കും പമ്പാനദിക്കും ഇടയ്ക്ക് പാശ്ചാത്യരുടെ ആവരണത്തിന് ശേഷം ഒതുക്കപ്പെട്ടൊരു സഭ ഈ പറഞ്ഞതുപോലെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമുക്ക് സുവിശേഷ പ്രഘോഷണം നടത്താൻ സാധിച്ചിരുന്നില്ല. പുറത്തു പോയാൽ നമുക്ക് മറ്റൊരു സഭയുടെ കൊടിക്കീഴിൽ മാത്രമേ നമ്മുടെ മിഷണറിമാർക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. ഇതെല്ലാം നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങളിലെല്ലാം ആത്മാഭിമാനമുള്ളൊരു സഭാതനയന് തൻ്റെ ദൈവദത്തമായ ഈശോ നമുക്ക് നൽകിയ ഈ അവകാശം ചോദ്യം ചെയ്യപ്പെടുകയോ നിഷേധിക്കപ്പെടുകയോ ചെയ്യുമ്പോൾ അത് സഹിക്കാവുന്നതിൽ ഏറെയാണ്. ഇന്ത്യൻ ഭരണഘടന പോലും ഓരോ വിശ്വാസിക്കും അവൻ്റെ വിശ്വാസം പ്രഘോഷിക്കാനുള്ള അവസരം നൽകുന്നുണ്ട്, വിശ്വസിക്കാനുമുള്ള അവസരം നൽകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ദൈവദത്തമായ നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഈ അവകാശം നിഷേധിക്കുന്നത് തെറ്റാണ്. അസദരി കാര്യങ്ങളെല്ലാം നമുക്കിന്നറിയാം. ഓർക്കുക, വീണ്ടും പറയുന്നു, സഭകളുടെ കൂട്ടായ്മയാണ്. അതുകൊണ്ട് ഓരോ സഭയ്ക്കും തനതായിട്ടുള്ള ആരാധനക്രമ പാരമ്പര്യം, അത് ആഗോള സഭയുടെ പൊതു സ്വത്താണ്. ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നമ്മളത് പുനരുദ്ധരിക്കുകയോ അല്ലെങ്കിൽ പരിഷ്കരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ പരിശുദ്ധമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ചൈതന്യം നഷ്ടപ്പെടുത്താതെ വേണം ജീവിക്കാൻ, സൂക്ഷിക്കാൻ. ഈ ഒരു കാര്യം നമ്മൾ നമ്മുടെ മനസ്സിൽ വലിയൊരു ഉറച്ച ബോധ്യമാക്കി മാറ്റിക്കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ സഭയിൽ തന്നെ ഉണ്ടാകുന്ന ചുരുക്കം ചില അസ്വാരസ്യങ്ങളൊക്കെ അവിടെ തീരുകയാണ്, അവിടെ അവസാനിക്കുകയാണ്. വാസ്തവത്തിൽ നമ്മൾ പൗരസ്ത്യ സുറിയാനി സഭയാണ്. ലിറ്റർജിൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറഞ്ഞ കർദിനാൾ പാറേക്കാട്ടിലൊരു ആരാധനാക്രമ പുസ്തകം എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം അദ്ദേഹം ലിറ്റർജിൻ്റെ ദൃഷ്ടിയിൽ. അപ്പോൾ ആ എൻ്റെ ദൃഷ്ടിയിൽ എന്ന് പറയുമ്പോൾ അത് സഭയുടെ ദൃഷ്ടി തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കാറില്ല. അങ്ങനെ ആയിരിക്കണം, സഭയുടെ ദൃഷ്ടിയാകണം നമ്മുടെ ഓരോരുത്തരുടെയും ദൃഷ്ടി ലിറ്റർജിയുടെ കാര്യത്തിൽ. അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നൊരു കാര്യമുണ്ട്, നമുക്കൊരു പൗരസ്ത്യ സുറിയാനി ക്യാൻവാസ് ഉണ്ട്. ആ ക്യാൻവാസിലെ നമ്മുടെ ക്യാൻവാസ് അവിടെയാണ് നമ്മൾ ശരിക്കും ചിത്രം രചിക്കേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള അടിസ്ഥാന സ്വഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ഒരു ചൈതന്യത്തിൽ വളരുകയാണ് വേണ്ടത് എന്ന സത്യം കൂടി നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. ഈ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം സഭ അതിൻ്റെ ഉറവിടത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ നമ്മൾ കാണുന്നു. സുവിശേഷം പ്രസംഗിച്ച അപ്പസ്തോലൻ്റെ വ്യത്യസ്തമായ
ഈശ്വരാനുഭവം, മിശിഹാനുഭവവും ഒരു പ്രദേശത്തെ ആളുകളുടെ പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലവും കൂടി രൂപപ്പെട്ടപ്പോഴാണ് ഒരു വ്യക്തിഗത സഭയുണ്ടായത്. ആ വ്യക്തിഗത സഭയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ആരാധനാക്രമ പാരമ്പര്യമുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ ആഗോള സഭയ്ക്കൊരു നഷ്ടമാണ്. അത് അവികലമായി സൂക്ഷിക്കുകയും ജീവിക്കുകയും അതുവഴി കൂടുതൽ ദൈവാനുഭവത്തിൽ വളരുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുകൂടി അറിഞ്ഞിരിക്കുക. മറ്റ് ചോദ്യങ്ങളില്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. നമുക്കൊരു പ്രാർത്ഥനയോടുകൂടി നിർത്താം. കർത്താവായ ഈശോയെ, ഞങ്ങളിന്ന് സുവിശേഷ പ്രദക്ഷിണത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. പ്രദക്ഷിണത്തിൻ്റെ സമയത്തുള്ള ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് ഞങ്ങൾ പഠിച്ചത്. വചനം എന്തുമാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തണം എന്ന് ഞങ്ങൾ പഠിക്കുകയുണ്ടായി. സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ നിയമമാണ്. സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തെ രൂപപ്പെടുത്തണം. സുവിശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തണം. ഇവ കാര്യങ്ങളെല്ലാം പ്രാർത്ഥനയെ ആസ്പദീകരിച്ച് ഞങ്ങൾ പഠിച്ചു. സുവിശേഷ പ്രദർശനത്തിൻ്റെ പ്രതീകാത്മകതയെക്കുറിച്ച് പഠിച്ചു. ഈ ചിന്തകളെല്ലാം പരിശുദ്ധ കുർബാന സജീവമായിട്ട് അർപ്പിക്കുന്നതിന് ഞങ്ങൾക്ക് സഹായകരമായി തീരട്ടെ. യേശു എന്നെ ശ്രവിച്ച ഈ പ്രിയ മക്കളെയും അയുഗദാസനായ എന്നെയും കൃപയുടെ കരങ്ങൾ ഉയർത്തി കരുണാപൂർവ്വം ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.